ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറുതായിട്ടൊരു വണ്ടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടോ. നമ്മൾ ഈക്കോമാറ്റ് ഇപ്പോൾ മലപ്പുറത്തുണ്ടായല്ലേ, അതിലിപ്പോൾ വേറൊരാൾ തൽക്കാലത്തേക്ക് ആ വണ്ടിയിൽ വേറെ ആൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്യാപ്പിന് പോകാൻ വേണ്ടി വിളിച്ചതാണിത്. നമ്മൾ പരിചയക്കാരൻ്റെ മനുവേട്ടൻ്റെ വണ്ടിയാണിത്. ഇന്ന് ഹൈദരാബാദിൽ ഒരാഴ്ച കിടന്നിട്ടില്ലേനോ, അന്ന് അവിടുന്ന് പരിചയപ്പെട്ട കമ്പനിയാണിത്. അങ്ങനെ ഇന്നലെയാണ് വിളിക്കുന്നത്. ഒരു ലോങ് ഓട്ടോ കൊണ്ട് പോവോ, ഗ്യാപ്പിനുണ്ട്. വണ്ടി കിട്ടില്ല വണ്ടിയാണ്. സ്ലീപ്പർ ബർത്ത് ഉണ്ട് ഇവിടെ. ഇതിലും സുഖമായിട്ട് കിടക്കാം. നമ്മൾ രണ്ടാളുണ്ട്. ഒരു മൂപ്പരിപ്പോൾ ഇങ്ങോട്ട് വരും, ഇപ്പം കടയിലേക്ക് പോയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചിടാം. ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി നമ്മളിപ്പോൾ കാസർഗോഡ് കുമ്പളയാണുള്ളത്. ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയല്ലാണ് നമ്മൾ. ഇതാണ് വണ്ടി. അതിൻ്റെ പേരൊക്കെ കണ്ട മല്ലു സിംഗ്. ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. ചായലും കുടിച്ചു ഫുഡും കൂടി ഉണ്ടാക്കിയിട്ട് ഒരേ പോക്കണ്ട. പ്ലൈവുഡാണ് ലോഡ് ഔറംഗാബാദിലേക്ക്. ഭാരത് ബെൻസിൻ്റെ 3123 മോഡൽ 12 വീല് വണ്ടിയാണിത്. ഭീമൻ ലുക്കില്ല. ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൽ. കണ്ടോ, ഗ്യാസ് ഇതാ, വെള്ളം ഇതാ, പാത്രങ്ങളിതാ, എല്ലാം ഉണ്ട്. നമ്മളിന്നലെ ആവശ്യമുണ്ട്. ഇത് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്, അയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഉണക്കലുണ്ട്, എല്ലാം ഉണ്ട്. സെറ്റപ്പ് തന്നെയാണ്. ഇത് നല്ല ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി നോക്കട്ടെ. എൻ്റെ കൂടെയുള്ള മൂപ്പര് ജയേഷ് എന്ന പേര്. നൈസ് ബ്രോവാ. മൂപ്പര് മുടി വെട്ടാൻ പോയിട്ടുണ്ട്. ഇന്നത്തെ ജയേഷേട്ടൻ്റെ സ്പെഷ്യൽ കൊടംപുളി ഇട്ട കറിയാണ്. ഇതാണ് നമ്മൾ ബ്രോ ജയേഷേട്ടൻ. അങ്ങനെ അരി അടുപ്പത്തായി. ഇതാ മീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറായി. കറി സെറ്റായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാം. പപ്പടമുണ്ട്, കൊണ്ടാട്ടുണ്ട്, അച്ചാറുണ്ട്, ഫുൾ സെറ്റപ്പാ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ല വിടലായി. ചേട്ടനാണ് ഡ്രൈവ് ചെയ്തത്. ഇത് നമ്മളിവിടെ കുമ്പളല്ലേ. റോഡ് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കണ്ടേ. ഇതെല്ലാം കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകാൻ കഴിയും. നല്ല വിടട്ടെ. നമ്മളങ്ങനെ മംഗലാപുരം കയറിയൊരു ടയറിന് ഏറിയൊരു വിഷയം. ചെറുതായിട്ട് സൈഡ് ചെത്തുന്നു. അവിടെ തിരിച്ചിടാനുള്ള പരിപാടിയില്ല. ഹൗസിങ്ങിൻ്റെ ടയർ എടുത്ത് ഫ്രണ്ടിലത്തെ ടയർ മാറ്റി ഹൗസിങ്ങിലേക്ക് മാറ്റി. ഇതാണ് ഹൗസിങ്ങിൻ്റെ ടയർ. വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു സേഫ്റ്റി നോക്കിയിട്ടാണ് ഇടുന്നത്. കുഴപ്പമൊന്നുമില്ല. ലൈറ്റിങ് കിട്ടും. इधर डालेगा तो मुश्किल है भाई। 2 नंबर में പരിപാടി കഴിഞ്ഞു. ഇതാണ് ടയർ വീട്.
രണ്ടാക്കും വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വൈകുന്നേരം പിന്നെ നമ്മൾ കഴിക്കൽ തുടങ്ങി. കൊടംപുളീൻ്റെ എഫക്റ്റ് ഇപ്പം വരുന്നത്. ഇപ്പോൾ സമയം 6 മണിയായി. നമ്മൾ വീണ്ടും റൗണ്ട് ചോറ് പിടിച്ച് ഒട്ടുക്കത്തെ കൊട്ടംപുള്ളി ഇട്ടായില്ല കറിക്ക്. മാസ്റ്റർ ഇതവിടെ ഫുഡ് വെച്ച് തളർന്നു. ഈ അച്ചാർ ഒരു രക്ഷയില്ലാത്ത അച്ചാറാണ്. നിറക്കൂട്ട് അയൽക്കൂട്ടത്തിൻ്റെ പ്രൊഡക്റ്റാണിത്. ഇത് കുടുംബശ്രീൻ്റെ മാങ്ങാച്ചാറ 90 രൂപയുള്ളൂ. വറുത്താണ്. സൂപ്പർ അച്ചാറായി. ഇതിൻ്റെ കറിയൊന്നും വേണ്ട, ഇത് മതി. ഇപ്പോൾ സമയം 2:20 അങ്കോളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മച്ചാൻ ചെറുതായിട്ട് ഉറങ്ങി. ഞാനിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഹുബ്ലി എത്താൻ ഇനി 40-45 കിലോമീറ്റർ. ഫുള്ള് കോട മഞ്ഞ. വീഡിയോയിൽ അത്ര കാണുന്നില്ലെങ്കിലും കോടയാണ്. പൊള്ളി മൂടാ ഡ്രൈവ് ചെയ്യുക. ഇങ്ങനെയായിട്ട് ഫുള്ള് ഡ്രൈവ് ചെയ്യും ഞാൻ. രക്ഷയില്ലാത്ത കോടയാണ്. കാര്യം ആ സ്ഥലത്തിൻ്റെ പേരെന്തോ ഉണ്ട്, വായിക്കാൻ കിട്ടുന്നില്ല. ഹുബ്ലി എത്താനായിരിക്കണം. രക്ഷയില്ലാത്ത മൂടാണ്. അങ്ങനെ വണ്ടി ഇരുന്നാണ്, അതൊന്നും കാണുന്നില്ല. കണ്ട് ചെറുതായിട്ട് കാണുന്നു. എല്ലാവരും ഫോഗ് ലൈറ്റ് എല്ലാം ഇട്ടിട്ടായിരുന്നു. ഈ സ്ഥലത്തിന് ഹൊസള്ളി എത്തി. ഹൊസള്ളി നമ്മുടെ ക്യാബിൻ. ഇങ്ങനൊരു വണ്ടി പോകുന്നുണ്ട്. പൊള്ളി മൂട് വെച്ച് പൊള്ളി മൂട് ഡ്രൈവ് ചെയ്യാൻ. ഇവിടുന്ന് ഹംപിക്ക് 200 കിലോമീറ്ററേ ഉള്ളൂ. ഏതോ വണ്ടി കത്തിച്ച് കാണുന്നുണ്ട്. ആ വണ്ടീൻ്റെ ഫോഗ് ഒരു ബ്ലൂ കളറുള്ള ഫോഗ്. ഈ സ്ഥലത്തിൻ്റെ പേര് സംഗട്ടി കൊപ്പ. ഒരു വെറൈറ്റി പേരുകളാണ്. ഫുള്ള് കാടാ, ചുറ്റും കാടാ.
അങ്ങനെ ഹുബ്ലി എത്തി. 10-40 കിലോമീറ്ററും ഫുള്ള് കോട തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇവിടെ എല്ലാം തന്നെ വീഡിയോയിൽ അത്ര കാണുന്നില്ല എന്നാണ്, പക്ഷേ നേരിട്ട് വിട്ടിക്കത്തെ കോടയാണ്. എല്ലാ വണ്ടികളും സൈഡാക്കി വെച്ചിരിക്കുക. നമ്മൾ മെല്ലെ പോകുന്നുണ്ടോ, വലിയ കുഴപ്പമില്ല. മെല്ലെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, മെല്ലെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഈ യാത്രേൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, ഗുഡ് നൈറ്റ്.